ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. എന്നാൽ നമ്മളൊരു പുതിയ ഒരു ഗെയിമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേര് നമ്മുടെ കാർ സിമുലേറ്റർ ഡ്രൈവിംഗ് സ്കൂളെന്നാണ്. നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ വരുന്നത് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഗെയിം ലോഡാവുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് 2 വണ്ടികൾ റേസ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ ലോഡാവുന്നത്. പക്ഷെ അങ്ങനെയാണ് ഒരു കറുപ്പ് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഗെയിമിലോട്ടായിട്ടുണ്ട്. ഈ വണ്ടിക്ക് കണ്ടോ ഇച്ചിരി ആയിരുന്നു ആക്സിഡൻറ്റ് എടുത്താൽ വണ്ടി പറന്നങ്ങ് പോകും കണ്ടോ. അങ്ങനെ നമ്മൾ ഒരു ടൈം കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് ഇച്ചിരി ദൂരം കൂടെ പോവാം ഗൈസ്. പിന്നെ ഒരു കാര്യം, ഈ നമ്പർ പ്ലേറ്റ് കാർ സിമുലേറ്റർ എന്ന് എഴുതിക്കുന്നത് ആ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേരുമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കാറിൻ്റെ പേരും നിങ്ങളുടെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഇതിനകത്ത് അടിച്ചു തരാം നമ്പർ പ്ലേറ്റ്. ഈ കാറിൻ്റെ പേര് എന്തോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ആ ചേട്ടൻ എന്തോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇടിച്ചപ്പോൾ. അങ്ങനെ വീണ്ടും ഒരു റേസ് എടുത്തിട്ട് ഇങ്ങനെ നേരെ വിടുവാണ് കേട്ടോ. പിന്നെ കാര്യം, ഈ വണ്ടി നമ്മുടെ മനുഷ്യർ ഇറങ്ങാൻ പറ്റത്തില്ല. അതറിയാം. വീണ്ടും പിടിച്ചു. നിങ്ങൾ ഈ വണ്ടി ഫ്രണ്ട് ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ ചിരിച്ച് ഊപ്പാട് വരും. അത്രയും കോലമാണ്. ഗുഡ് ഡ്രിഫ്റ്റ് നടക്കി എഴുതിയിട്ടുണ്ട്. ബെസ്റ്റ്. വീണ്ടും കഴിച്ച് എത്രാമത്തെ ഒട്ടാണ് ഇടിക്കുന്നതെന്ന് പറയാം. 10,500 വർഷമൊക്കെയാണ് ഇടിക്കുന്നത് വട്ടം. എന്നാണ് ഇത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് കയറി നമ്മൾ തരുന്നത് റാമ്പൊക്കെ ചെയ്യുന്നതിനോട് ചെയ്യാൻ അവിടെ തെന്നി. ഇപ്പം നമ്മുടെ കാര്യം ഖത്തമായനെ. ഖത്തം, ടാറ്റാ, ഗുഡ് ബൈ. അത് വീണ്ടും പിടിച്ചു. നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാവടിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇടയിൽ കയറി ഇങ്ങനെ ഇടിക്കും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അങ്ങനെ നമ്മൾ വീണ്ടും പിടിച്ച് ഈ വണ്ടിയുടെ കോലം കൊണ്ട് എനിക്കൊന്ന് ചിരി വരുന്ന വയസ്സ് അത്രയ്ക്കാണ്. കൊള്ളാം. ഒരു ചെറിയ കാറ് ഒരു ബസ്സിനെ ഇടിച്ച് മേടോട്ടാക്കി. നമ്മൾ ഇച്ചിരി നെട്ടോട്ടായിട്ട് അങ്ങോട്ട് ബെസ്റ്റ്. ഞങ്ങളിപ്പോൾ ഒരു പോസ്റ്റും തരുന്നേ ഒരു ചെയറും കൂടെ അടിച്ച് ഇപ്പം തെറിപ്പിച്ചേ ഉള്ളു ഉണ്ടോ. ഞാൻ ഇപ്പോൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് ചെയർ തെറിച്ച് പോയത് ഉണ്ടോ. ഇവിടെ നിന്നാണ് ചെയർ തെറിച്ച് അപ്പുറത്തെ തോട്ടി പോയത്. അത്രയ്ക്ക് സ്പീഡാണ് നമ്മൾ കൊണ്ട് ഈ ചെയറിനെ ഇടിച്ചത്. ഞാൻ റീ ബട്ടണം കണ്ടോ നിങ്ങൾ? ആ റീ ബട്ടനെ പിടിച്ച് ഞെക്കിയാൽ ഞങ്ങളിങ്ങനെ പൊങ്ങിയും തുടങ്ങി വരും. വെള്ളത്തിലോട്ട് ഇറക്കിയാലും അതേപോലെ തന്നെ നമ്മളിതിൽ കരയ്ക്കുകയാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് ഇട്. നമ്മൾക്ക് അങ്ങനെ പിടിച്ച് ഡ്രിഫ്റ്റ് അങ്ങനെ ഗ്രിപ്പ് അളന്നിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ മുകളിലാണ് ഗ്രിപ്പെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ അത് ഗ്രീൻ ഭാഗത്ത് എഴുതി കാണിച്ച ഗ്രിപ്പുണ്ട്. ഞാൻ ഒരു വട്ടം കൂടെ ആ ഗ്രിപ്പിൽ പിടിച്ചേക്ക് നമ്മൾ ഈ ഗ്രിപ്പ് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പെട്രോൾ ഇത് ആദ്യമേ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് കിട്ടും. ഇതെന്താണ് ഇതിങ്ങനെ അമേസിങ് ഡ്രിഫ്റ്റ്. അത് നേരത്തെ നമ്മളെ എഴുതി കാണിച്ച കേട്ടോ. അതാണ് അത് ഇവിടെ ഞാൻ പറയാനാണ് കേട്ടോ. നമുക്കങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്ത് പെട്രോൾ തീർത്താൽ വണ്ടി നിൽക്കും. ഖത്തം. ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അത് ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.